ബഷീർ 22 വർഷം ഗൾഫിൽ. AC ക്യാബിന്, ഡെയിലി ബിരിയാണി, ഒരു എക്സസൈസും ഇല്ല. വെക്കേഷനിൽ നാട്ടിൽ വന്നു. ഒരു ക്ഷീണം തോന്നി. ലാബിൽ ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ഷുഗർ 420. ഞാൻ ഗൾഫിൽ ഹെൽത്തി ആയിരുന്നല്ലോ, ഇവിടെ എത്തിയപ്പോഴാണ് ഡോക്ടറെ ഷുഗർ കൂടിയത്. ശരിക്കും നിങ്ങൾ ഗൾഫിലും ഹെൽത്തി ആയിരുന്നില്ല, അവിടെ അൺഡയഗ്നോസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാ ആളുകളിലും, മിക്ക ആളുകളിലും ഞാൻ കാണുന്ന ഒരു പാർട്ടാണ്. 10-20 വർഷം സെഡൻഡറി ലൈഫ്, AC ക്യാബിനുള്ള വർക്ക്, റിച്ച് ആയിട്ടുള്ള ഫുഡ്, എക്സസൈസ് തീരെയില്ല, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, സ്ലീപ്പ്, ഇറഗുലർ സ്ലീപ്പ്, ഇതെല്ലാം അവരെ ഡയബറ്റിക് ആക്കിയിരിക്കുന്നു. ദുബായിൽ ഒരു കൊളാപ്സായി വീഴുന്നത് വരെ ആരും ഇത് ചെക്ക് ചെയ്യാറില്ല, അവരങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഗൾഫ് വർക്കേഴ്സിന് എന്തുകൊണ്ട് ഡയബറ്റിക്സ് കൂടുന്നു? ഒന്ന്, സെഡൻഡറി ലൈഫ്. ഒരു 10-12 മണിക്കൂറോ ഇരുന്ന് AC ക്യാബിനിൽ വർക്ക് ചെയ്യാൻ. രണ്ടാമത്തത് ഡയറ്റ്. അവർ ബിരിയാണി, കോള, ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകളും, അതേപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഉള്ളതും അതോടൊപ്പം തന്നെ ലോ ഫൈബേഴ്സ് ഉള്ളതായിട്ടുള്ള ഫുഡ് രീതിയാണ് അവിടുത്തത്. സ്ട്രെസ്, നമ്മളെ ഫാമിലി അകലം കൂടുന്നവർ, ഫാമിലി അടുത്തില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്, ഇത് കോർട്ടിസോൾ ഹോർമോൺ ഒരുപാട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. പിന്നെ അതേപോലെ തന്നെ അത് ഇൻസുലിനെ ഇൻട്രപ്റ്റ് ചെയ്യും, ഷുഗർ വരാനുള്ള സാധ്യത കൂട്ടും. രണ്ടാമത്തത് നൈറ്റ് ഷിഫ്റ്റിലും ഇതേപോലെ തന്നെ സ്ലീപ്പ് ഇൻട്രപ്റ്റ് ആകുന്നു, കോർട്ടിസോൾ കൂടുന്നു, ഇൻസുലിനെ ഡിസ്റ്റർബ് ചെയ്യും. അവിടെ ചെക്കപ്പ് കൾച്ചർ തീരെയില്ല. അവർ എല്ലാവരും അങ്ങനെ ജീവിച്ചു പോകുന്നു. നാട്ടിലെത്തിയ മാത്രം ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നു, എന്തെങ്കിലും ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നത് വൈകിയാണ് അവരറിയുന്നത്. നിങ്ങൾക്ക് ഇനി അടുത്ത പ്രാവശ്യം ഗൾഫിലേക്ക് വരുമ്പോഴേ ഫാമിലിക്ക് ഗിഫ്റ്റ് വാങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ടത് സ്വന്തം ശരീരം എങ്ങനെയാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫിൽ റിട്ടേണീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അവരുടെ ജീവിതം നമുക്ക് സുഖകരമായി കൊണ്ടുപോകാൻ എല്ലാവിധ ഗൈഡൻസും കൊടുക്കാം. താങ്ക് യു.